ഇന്നലെ കേരളത്തിന്റെ ധവളപത്രം പുറത്തു വന്നു. സതീശൻ ഒരുപാട് കാലമായിട്ട് പറയുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷെ ഈ പുറത്തു വന്നതിന് ശേഷം നമ്മുടെ മുൻ ധനമന്ത്രി പറഞ്ഞൊരു കാര്യമാണ് എനിക്ക് സ്ട്രൈക്ക് ചെയ്തത്. 6 ലക്ഷം കോടി എന്നാണ് പറഞ്ഞത്. സംഭവം ശരിയാണ്, ഇത്രയും നാള് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് 6 ലക്ഷം കോടിയാണ്. പക്ഷേ പുറത്തു വന്നപ്പോ 5.07 ലക്ഷം കോടിയേ ഉള്ളൂ. 1 ലക്ഷം കോടി കുറവാണ്. അത് ശരിയല്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിന് ഇത്ര നിസ്സാരമായിട്ട് കാണാൻ കഴിയുമോ സർ? അല്ല, ശരിക്കും ലാസ്റ്റത്തെ ഒരു വാചകം കൂടി കെ എൻ ബാലഗോപാൽ പറയാൻ പറ്റും. നിങ്ങളൊക്കെ സന്തോഷിച്ചാട്ടെ, ആഹ്ലാദിപ്പിൻ എന്നുകൂടി പറയേണ്ടതാണ്. നമുക്ക് അത്രയും കടമില്ലാതല്ലാണ്. പക്ഷെ ബാലഗോപാൽ പറഞ്ഞതിന്റെ പുറകിൽ ഒരു വാസ്തവം ഉണ്ട്. അതെന്താന്ന് വെച്ചാൽ ഇവർ 6 ലക്ഷം കോടി എന്നൊക്കെയാണ് സതീശൻ നേരത്തെ തട്ടിവിട്ടുകൊണ്ടിരുന്നത്. ഇതിന്റെയൊക്കെ കണക്കൊക്കെ ആര് നോക്കാൻ, അതുകൊണ്ട് വെറുതെ അങ്ങ് അടിച്ചു വിട്ടാണ്. പക്ഷെ സംഭവം ഇത്രേ ഉള്ളൂ. പക്ഷെ താങ്കൾ പറഞ്ഞാൽ ഈ കമന്റ് പറയുന്നതിൽ ഒരു അഭംഗിയുണ്ട്. അതായത് 6 ലക്ഷം ഇല്ലല്ലോ, പകരം 5 ലക്ഷം കോടിയേ ഉള്ളൂ, അല്ലെങ്കിൽ 5.25 ലക്ഷം, 1 ലക്ഷം കുറവാണ് നിങ്ങളെന്ന് പറയുന്നതിലും അഭംഗിയുണ്ട്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയാമോ? ഇത് ബാലഗോപാൽ ഇങ്ങനെയുള്ള നമ്പറുകളൊക്കെ ഇതിനു മുമ്പ് ഇറക്കിയിട്ടുണ്ട്. അതൊന്നും തുറന്നു പറയണമല്ലോ. ബാലഗോപാൽ ഒരു തവണ പറയാണ് കേന്ദ്ര ഗവൺമെന്റ് പെട്രോളിന് വില കുറച്ചു. അപ്പൊ ബാലഗോപാൽ പറയാണ് അതായത് കേന്ദ്ര ഗവൺമെന്റ് 10 രൂപ കുറച്ചു. ഇലക്ഷൻ മുമ്പായിട്ടാണ് കേന്ദ്ര ഗവൺമെന്റ് 10 രൂപ കുറക്കുന്നത്. ഈ 10 രൂപ കുറക്കുമ്പോൾ അതിൽ ഏതാണ്ട് 2.20 രൂപ ആർക്ക് കിട്ടുന്നതാണ്? സംസ്ഥാന ഗവൺമെന്റ് കിട്ടുന്നതാണ്. അപ്പൊ ബാലഗോപാൽ ഒരു പോസ്റ്റ് ഇട്ടേക്കണാണ് 2.20 രൂപ സംസ്ഥാന സർക്കാരും കുറച്ചു. മനസ്സിലായ താങ്കൾക്ക്? അതായത് 10 രൂപ കേന്ദ്ര ഗവൺമെന്റ് കുറച്ചു. അപ്പൊ 10 രൂപ കേന്ദ്ര ഗവൺമെന്റ് കുറക്കുമ്പോ ഈ 10 രൂപ എന്ന് പറയുന്നത് ഇപ്പൊ ഒരു 22% യഥാർത്ഥത്തിൽ കേരള ഗവൺമെന്റ് കൂടി അതിന്റെ ടാക്സ് കിട്ടേണ്ടതാണ്. അപ്പൊ അത് കിട്ടൂലല്ലോ. 10 രൂപ കുറച്ച് എത്ര കുറച്ചെന്ന് പറഞ്ഞാൽ ആ കുറക്കുന്നതിനനുസരിച്ചുള്ള കേരള ഗവൺമെന്റ് കിട്ടുന്ന ടാക്സും കുറയുമല്ലോ. അപ്പൊ പുള്ളി എന്താണെന്ന് വെച്ചാൽ അതിനൊരു പോസ്റ്റ് ഇട്ടതാണ്. എന്താണ്? ഞങ്ങള് 2.20 രൂപ ഞങ്ങളും കുറച്ചു എന്നാണ്. അങ്ങനെ കുറച്ചു എന്ന് പറയുന്നത് അബദ്ധമാണ്. കാരണം വെച്ചാൽ അവരാണ് കുറക്കുന്നത്. അല്ലെങ്കിൽ അവർ കൂട്ടുമ്പോൾ കൂട്ടുന്നതിനനുസരിച്ചുള്ള റേറ്റ് കൂടുതൽ കിട്ടും. അപ്പൊ അതിന്റെ താഴെ വന്നിട്ട് നമ്മുടെ ശങ്കുട്ടി ദാസ് ഇട്ടിട്ടുള്ള ഒരു കമന്റ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. BJPയുടെ നിങ്ങളുടെ അണികളിലുള്ള വിവരക്കേടിന്റെ നിങ്ങളുടെ അണികൾ മണ്ടന്മാരാണെന്നുള്ള നിങ്ങളുടെ ആത്മവിശ്വാസം എന്നെ അത്ഭുതപ്പെടുത്തുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇതുപോലെയൊക്കെ ഇട്ടാലും അണികൾ അത് വിശ്വസിച്ചോളൂ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പൊ അത്തരത്തിൽ ചില നുണുക്കു വിദ്യകളൊക്കെ പലപ്പോഴും കെ എൻ ബാലഗോപാല് കാണിക്കാറുണ്ട്. അതുകൊണ്ടാണ് താങ്കൾ ആലോചിച്ചത്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കെ എൻ ബാലഗോപാൽ പ്രതിപക്ഷ നേതാവ് ആകുന്നതിലും നല്ലത് മുഹമ്മദ് റിയാസ് ആകുന്നതാണ് എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ഒന്ന്. ഇനി രണ്ടാമത് ഈ കാര്യത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ കടത്തിലൊന്നും വലിയ കാര്യമില്ലെന്നേ. ഇതൊക്കെ പണ്ട് മുതലേ 10-20 കൊല്ലം മുമ്പേ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ CPM കാരൊക്കെ ഒന്ന് പ്രസംഗിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ഇപ്പൊ കേരളത്തിൽ ജനിച്ചു വീഴുന്ന ഓരോ കുട്ടിയും 2 ലക്ഷം രൂപ കടക്കാരാണ്. അപ്പൊ നമ്മളൊക്കെ വിചാരിച്ചിരുന്നത് ദൈവമേ രാവിലെ വളർന്നു വലുതായി കഴിയുമ്പോഴത്തേക്ക് ആരെങ്കിലും ഒന്ന് കുത്തിരി പിടിക്കുകയും ഈ കട തിരിച്ചു വയ്ക്കുകയൊക്കെ ചെയ്യുന്നതാണ്. ഇതിലൊന്നും കാര്യമില്ല. കാരണം വെച്ചാൽ ഈ കടമൊക്കെ എല്ലാവർക്കും ഉള്ളതാണ്. ഇപ്പൊ ഏറ്റവും കൂടുതൽ കടമുള്ള രാജ്യം ഏതാന്ന് ചോദിച്ചാൽ അതിലൊന്ന് അമേരിക്കയാണ്. എന്ന് പറഞ്ഞാൽ അവരാകെ നാളെ കുത്തുവാളായിട്ട് കഞ്ഞി കുടിക്കാൻ വകയില്ലാതെ ഡൊണാൾഡ് ട്രംപോട എന്താണ് മറ്റേ കപ്പയോ കാച്ചിലോ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊന്നുമല്ല. ഇപ്പൊ ഇതിൽ യഥാർത്ഥത്തിൽ ഒരു കാര്യമുള്ളൂ. എല്ലാ ഗവൺമെന്റുകളും കേരളത്തിൽ ഉണ്ടാവുമ്പോൾ, അതായത് ഇപ്പൊ 1 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപ കഴിഞ്ഞവണ കടമുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ പിണറായി വിജയൻ സർക്കാർ 5 കൊല്ലം ഭരിച്ചു കഴിയുമ്പോഴത്തേക്കും അത് 3 ലക്ഷം രൂപയാവും. നേരത്തെ അങ്ങനെ തന്നെയാണ്. 75,000 രൂപ കടമുണ്ടായപ്പോഴാണ് ഉമ്മൻചാണ്ടി ഭരിച്ചപ്പോൾ അത് 1.5 ലക്ഷം കോടിയായി മാറിയത്. അപ്പൊ അത് ഇരട്ടിയാവും. ഇനി പക്ഷെ സത്യം പറഞ്ഞാൽ 2ാം പിണറായി സർക്കാർ കൂടി ഭരിച്ചപ്പോൾ അത് ഇരട്ടി ആയില്ല എന്നുള്ളതാണ് സത്യം. അതാണ് പറഞ്ഞത് 6 ലക്ഷം കോടി വരേണ്ടതാണ്. അങ്ങനെ വരുമെന്ന് വിചാരിച്ചിട്ടാണ് സതീശന് ഡയലോഗ് അടിച്ചത്. 6 ലക്ഷം കോടിയൊക്കെ ഉണ്ടാവും ഉറപ്പല്ലേ എന്ന് വെച്ചാൽ. കാരണം 1.5 ലക്ഷം കോടി 5 കൊല്ലം ഭരിച്ചു കഴിയുമ്പോൾ 3 ലക്ഷം ആവും. 3 ലക്ഷം കോടി 5 കൊല്ലം ഭരിച്ചു കഴിയുമ്പോഴത്തേക്കും എന്ത് ചെയ്യും? 6 ലക്ഷം ആവും എന്ന് വിചാരിച്ചിട്ടാണ് ഈ ചുമ്മാ ഡയലോഗ് അടിച്ചത്. പക്ഷെ ഭാഗ്യത്തിന് അത്ര വന്നില്ല എന്നുള്ളതാണ് സത്യം. അതാണ് താങ്കൾ പറഞ്ഞതിന്റെ യാഥാർത്ഥ്യം. ഒന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇന്നലത്തെ ആ സ്റ്റേറ്റ്മെന്റ് ഞാനിപ്പോ അത് മുഴുവൻ വായിച്ചിട്ടില്ല. 195 പേജിന്റെ ഉണ്ടെങ്കിൽ ഇപ്പൊ കോപ്പി ഇരിക്കണ അതിന്റെ. അപ്പൊ അത് ഞാൻ മുഴുവൻ ഇന്നലെ രാത്രി വായിച്ചിട്ടില്ല. പക്ഷെ നമ്മുടെ മാധ്യമങ്ങളെ ഞാൻ സമ്മതിച്ചിരിക്കുകയാണ്. കാരണം എന്താ അറിയാമോ? ഇത് പുറത്തേക്ക് വന്നപ്പോൾ തന്നെ മാധ്യമങ്ങൾ ചർച്ച തുടങ്ങിയായിരുന്നു. അല്ല, അവര് ആകെ ചർച്ച നടത്തുന്നത് ഈ 5 ലക്ഷം കോടിയുടെ കണക്ക് മാത്രം. അല്ല, എനിക്ക് ഏറ്റവും വലിയ തമാശ മതി എന്താ വെച്ചാൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇതുപോലെ പുറത്തേക്ക് വിട്ട് ആ റിപ്പോർട്ടുമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട റോഷിപാൽ എന്ത് ചെയ്തിട്ടുണ്ട്. റോഷിപാലാണ് ആ റിപ്പോർട്ട് കിട്ടിയവരിൽ ഒരാൾ ആദ്യം, അതായത് മാധ്യമപ്രവർത്തകരിൽ ഒരാൾ റോഷിപാൽ ആ റിപ്പോർട്ടുമായിട്ട് ഇങ്ങനെ ഓടി കിട്ടി. കാരണം ഇത് കിട്ടുമെന്ന് വിചാരിച്ചല്ല. അപ്പൊ ഇങ്ങനെ ഓടി പുറത്തേക്ക് വരുന്നുണ്ട്. പുറത്തേക്ക് വരുമ്പോ തന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ നോക്കുമ്പോഴെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിവിധ ചാനലുകളിൽ ഈ റിപ്പോർട്ടിനെ കുറിച്ചുള്ള ചർച്ച തുടങ്ങി കഴിഞ്ഞു. കണ്ടന്റ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചത് ഇനി റോഷിപാൽ ഇനി ഓടുന്നതിനിടക്ക്
ഇത് നോക്കിയിട്ട് കമന്റ് പറഞ്ഞു കൊടുത്തോ ഇല്ലെന്ന് നമുക്കറിയില്ല. അതും വേറെ തമാശ എന്ന് പറഞ്ഞാൽ റോഷിമാൽ പറയുമ്പോൾ റിപ്പോർട്ടർ ചാനലിലല്ലേ പറഞ്ഞു കൊടുക്കുള്ളൂ. ഇത് റിപ്പോർട്ടർ ചാനലല്ല, മറ്റ് ചാനലുകളാണ് എന്ത് ചെയ്ത് ഇതുപോലെയുള്ള വേഷം കിട്ടാൻ കാണിക്കാറുണ്ട്. കൗണ്ടിങ് തുടങ്ങുന്നതിന് മുമ്പ് ഇന്ന ആൾ മുന്നിൽ എന്ന് പറഞ്ഞ് എഴുതി കാണിച്ചിട്ടുള്ള മാധ്യമങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ അത്രേ ഉള്ളൂ. ഇനി വിവരവും ബോധമുള്ളവരാണെങ്കിൽ ഇത് 195 പേജ് വായിച്ചിട്ട് വേണം പറയാൻ. പക്ഷെ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, കഴിഞ്ഞ തവണത്തെ പിണറായി വിജയൻ സർക്കാരിന്റെ ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അത്ര മോശമായിരുന്നു എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അവര് പലപ്പോഴും ഇപ്പൊ കിഫ്ബി അടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ വലിയ വികസന പ്രവർത്തനങ്ങൾക്ക് കാരണമായി എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ കണക്കുകൾ ഇപ്പൊ ഞാൻ വായിച്ചിടത്തോളം വെച്ച് നോക്കിയാൽ പോലും യഥാർത്ഥത്തിൽ അതിനെ എതിർക്കുന്ന പരിപാടികളൊന്നുമില്ല. പക്ഷെ ഇതൊരു പുകമറ സൃഷ്ടിക്കുകയാണ്. അതായത് 5 ലക്ഷം കോടി രൂപ കടമുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് എത്രയുണ്ട്? 200 ലക്ഷം കോടി മുകളിൽ കടമുണ്ട്. മനസ്സിലായി? അപ്പൊ ഇത് മറ്റു പല സംസ്ഥാനങ്ങളിൽ ഇതിനേക്കാൾ കൂടുതലുണ്ട്. ഇപ്പൊ കർണാടകയിൽ എത്രയുണ്ട്? 10 ലക്ഷം കോടി ഉണ്ട്. അപ്പൊ ഇത് കണ്ടിട്ട് ഇനി കർണാടക അപ്പൊ തന്നെ പാപ്പരായി പോകും. അപ്പൊ അതൊന്നും ഇല്ലാത്ത കാര്യമാണ് ഇത്. യഥാർത്ഥത്തിൽ ആകെ ഒരൊറ്റ കാര്യമുള്ളൂ. പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് യഥാർത്ഥ കെൻ ബാലഗോപാലൊക്കെ ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴും തനത് വരുമാനം എന്ന് പറയുന്നതും അതുപോലെ തന്നെ ടാക്സ് വഴിയുള്ള വരുമാനവും ഒക്കെ വലിയ തോതിൽ കൂടിയിട്ടുണ്ട്. പക്ഷെ ഇത് യഥാർത്ഥത്തിൽ ഒരു പൊളിറ്റിക്കൽ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഈ പറഞ്ഞ പോലെ രേഖയാക്കി വെച്ചേക്കാണ്. അത് സർക്കാരിനെതിരെ ആഞ്ഞടിക്കാനാണ്. പക്ഷെ ഇത് മിക്കവാറും സതീശന് പാരയാകും 5 കൊല്ലം കഴിയുമ്പോൾ. കാരണം ഒന്നാമത്തെ കാര്യം, ഇതിൽ ആദ്യത്തെ ഒരു കാര്യം തന്നെ പൊളിഞ്ഞു. 6200 കോടിയോളം രൂപ ഖജനാവിലുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അത് സത്യമാണെന്ന് ഇതിനകത്ത് പറയേണ്ടി വന്നു. കാരണം അത് പറയാതിരിക്കാൻ പറ്റില്ല. സർ, പക്ഷേ ഒരു കാര്യം ചോദിക്കട്ടെ, ചോദിച്ചോളൂ. അല്ല, 5 ലക്ഷം കോടി രൂപ കടമുള്ള സമയത്ത് 6000 കോടി രൂപ മാത്രം ഖജനാവിലുണ്ട് എന്ന് പറയുന്നത് തമ്മിൽ ടാലി ആയി പോകും. ഈ 6000 കോടി രൂപ ഖജനാവിലുണ്ട് എന്ന് പറയാനുണ്ടായ സാഹചര്യം എന്താണ്? വെറുതെ അങ്ങോട്ട് രാവിലെ എഴുന്നേറ്റ് പറഞ്ഞല്ല. ഖജനാവിൽ പൂച്ച പെറ്റ് കിടക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ പൂച്ച കുഞ്ഞുങ്ങളെയും പൂച്ചേനെയൊക്കെ എടുത്തു മാറ്റിയിട്ട് വേണമെങ്കിൽ കൊണ്ടുപോകാനാണ്. അപ്പൊ അങ്ങനെയല്ല, അവിടെ 6200 കോടി രൂപ ബാലൻസ് ഉണ്ടെന്ന് പറയുന്നത് അത് മഹത്തായ കാര്യമൊന്നുമില്ല. അത് സാധാരണ കാര്യമാണ്, അല്ലാതെ അതിനപ്പുറത്തുള്ള കാര്യമില്ല. അതിന് സതീശൻ വന്നിട്ട് എന്ന് പറയണ അത് ബാധ്യതകളും പ്രശ്നങ്ങളും കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും 2233 കോടികളിൽ പിന്നെ DA കൊടുക്കാനുള്ള ഉത്തരവിട്ടിട്ടാണ് പോയേക്കണം. അത് കൊടുക്കാനുള്ള പണം കണ്ടെത്തണമെന്നാണ്. ഇങ്ങനെ പണം കണ്ടെത്തിക്കൊണ്ട് തന്നെയാണ് 2016 പിണറായി വിജയൻ അധികാരത്തിലേക്ക് വന്നപ്പോൾ കൊടുത്തത്. 18 മാസമായിട്ടുള്ള കുടിശ്ശിക പല ക്ഷേമ പെൻഷനുകൾ ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ മോനെ 3 മാസത്തേക്കുള്ള 4 മാസത്തേക്ക് 5 മാസത്തേക്കുള്ള കുടിശ്ശിക ഈ സാധാരണ സ്ത്രീകൾക്ക് കൊടുക്കുന്ന ക്ഷേമ പെൻഷനിലുണ്ടായിരുന്നു. അങ്ങനെയുള്ള എല്ലാ പെൻഷനുകളും പിന്നീട് കൊടുത്തിരുന്നത് പിണറായി സർക്കാരാണ്. പക്ഷെ ഇപ്പൊ ഇവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു തന്ത്രപരമായിട്ടുള്ള കാര്യമാണ്. ആ തന്ത്രത്തിന്റെ പിന്നിൽ വലിയൊരു കാര്യം കൂടി വരാനിരിക്കുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് എന്താന്ന് പറഞ്ഞുതരാം. ഈ തന്ത്രത്തിന് പിന്നിലുള്ള കാര്യം, 3 പൊതുമേഖലാ സ്ഥാപനങ്ങൾ വലിയ നഷ്ടത്തിലാണെന്ന് പറഞ്ഞത്. ആ 3 പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്നറിയോ? ഒന്ന് വാട്ടർ അതോറിറ്റി, ഒന്ന് ഇലക്ട്രിസിറ്റി ബോർഡ്, മൂന്നാമത്തത് KSRTC. KSRTC ലാഭത്തിലാക്കാനുള്ള ഒരു പരിപാടി ഇവര് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം എന്താ? എല്ലാ വനിതകൾക്കും സൗജന്യമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് ലാഭത്തിലാവുമല്ലോ. ഇനി അതവിടെ നിൽക്കട്ടെ. നമ്മൾ ഈ 3 സെഗ്മെന്റിനെയും എങ്ങനെ കാണുന്നു എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. പല ആളുകളും ചോദിക്കാറുണ്ട് KSRTC ലാഭത്തിലാക്കേണ്ടത്. KSRTC അങ്ങനെ ലാഭത്തിലാകണമെന്ന് നിർബന്ധമില്ല. അവിടുത്തെ കെടുകാര്യസ്ഥതയും ഇന്നെഫിഷ്യൻസിയും അഴിമതിയൊക്കെ കുറച്ചതൊരുവിധം മേക്കപ്പ് ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളതിൽ നമുക്ക് തർക്കമൊന്നുമില്ല. പക്ഷേ എന്തിനാണ് KSRTC നടത്തുന്നത്? ഇപ്പൊ ഉദാഹരണത്തിന് പ്രജിത താമസിക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഒരു പ്രൈവറ്റ് ബസ് ഇട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കയറി പോരാനുള്ള അത്രയും ആളുകളില്ലെന്ന് വിചാരിക്കും. അവർക്ക് ലാഭകരമായ സർവീസ് നടത്താൻ പറ്റില്ല. അങ്ങനെ ലാഭകരമായ സർവീസ് നടത്താൻ പറ്റാത്തടത്തും ആര് സർവീസ് നടത്തണം? KSRTC സർവീസ് നടത്തണം. കാരണം ജനങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യമാണത്, ഒരു സർവീസാണത്. ആ സർവീസായി നടത്തണം എന്നുള്ളതാണ് വാസ്തവം. പക്ഷെ KSRTC ലാഭത്തിലാക്കാം കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഈ പറയുന്ന അവരുടെ മാനേജ്മെന്റ് മാറ്റിയിട്ടുണ്ടെങ്കിൽ ലാഭത്തിലാകൂല എന്നുള്ളത് നമ്മൾ കാത്തിരുന്നതാണ്. കേരള വാട്ടർ അതോറിറ്റിയും അതുപോലെ ഈ പറഞ്ഞ പോലെ KSEB വലിയ ദൂർത്തുണ്ട്. KSEB ഒരു പിയൂൺ മേടിക്കുന്ന ശമ്പളം സെക്രട്ടേറിയറ്റിലെ പിയൂൺ മേടിക്കുന്ന ശമ്പളമായിട്ട് വലിയ വ്യത്യാസമുണ്ട്. 30,000 കൂടുതലാണ്. 10ാം ക്ലാസ് കഴിഞ്ഞ് ലൈൻമാൻമാർക്ക് ശമ്പളം, കാരണം ശമ്പളമൊക്കെ അവർ തന്നെ കൂട്ടുകയാണ്. മനസ്സിലായി? പലപ്പോഴും ഗവൺമെന്റ് പോലും അനുമതിയില്ലാതെ പലപ്പോഴും അവരൊക്കെ തന്നെ കൂട്ടും. അപ്പൊ അത്തരത്തിലുള്ള പല പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടെയൊക്കെ ദൂർത്തുണ്ട്. ആ ദൂർത്തൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഇത് മാറ്റാൻ കഴിയുമോ എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ടാക്സിൽ വലിയ ചോർച്ചയുണ്ട് എന്നുള്ളതാണ് വി ഡി സതീശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ പ്രമുഖനായിട്ടുള്ള ഒരു ജ്വല്ലറി ഒരു വർഷം അടക്കുന്ന ടാക്സ് അവര് കാണിച്ചേക്കണം. ഒരു 3-4 കൊല്ലം മുമ്പുള്ള അവരുടെ ഒരു സ്റ്റേറ്റ്മെന്റിൽ അവർ കാണിച്ചേക്കുന്ന ടാക്സ് ഇതും കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു. അവര് പറഞ്ഞേക്കണം അവർക്കൊരു 400-450 പോയിന്റ് വിൽപ്പനയുള്ളൂ എന്നാണ് ഒരു കൊല്ലം. എന്ന് പറഞ്ഞാൽ ഒരു ദിവസമായിട്ട് 1 പവനോ 1.5 പവനോ വെക്കണം.
1 പവനോ 1.5 പവനോ ആ ജ്വല്ലറി വിറ്റിട്ടുണ്ടെങ്കിൽ ആ ജ്വല്ലറിയുടെ ലൈറ്റ് ഇടാൻ പറ്റൂല അവിടെ. പിന്നെ നമുക്കൊക്കെ അറിയാം, നമ്മള് ആ ജ്വല്ലറിയിൽ രാവിലെ അക്ഷയ തൃതീയക്ക് കയറി ചെന്ന് 8 മണിക്കൂടി ഇരിക്കാൻ സീറ്റ് ഉണ്ടാവൂല. കിലോ കണക്കിന് സ്വർണ്ണമാണ് അവർ വിൽക്കണം. പക്ഷെ അവർ കൊടുത്തേക്കണ കണക്കില്ല. അപ്പൊ അതുപോലെയാണ് ടാക്സ് ചോർച്ച തടയാനായിട്ട് വി.ഡി. സതീശൻ ഗവൺമെന്റ് എന്ത് നടപടിയെടുക്കും, കാത്തിരുന്ന് കാണാം. ഇപ്പൊ ഇനി ഏറ്റവും വലിയൊരു തമാശ കൂടി പറയാം. മലബാർ ഗോൾഡിന്റെ MD അദ്ദേഹം തന്നെ എഴുതി കൊടുത്തേക്കണം. അദ്ദേഹമാണല്ലോ കേരളത്തിലെ ഏറ്റവും വലിയ ഗോൾഡ് വ്യവസായി, അദ്ദേഹമാണ്. അദ്ദേഹം എഴുതി കൊടുത്തേക്കുന്ന ഒരു ലെറ്റർ ഉണ്ട് ഗവൺമെന്റ്. എന്താണെന്നറിയാമോ? 50,000 കോടി രൂപയുടെ യഥാർത്ഥത്തിൽ ഇവിടെ വരുമാനം കാണിക്കുന്ന ജ്വല്ലറികളൊക്കെ കൂടി ഇവന്മാരൊക്കെ മഹാ തട്ടിപ്പാണ്. ശരിക്കും കൂടെ നടക്കുന്നത് 2 ലക്ഷം കോടി രൂപയുടേതാണ്. അപ്പൊ ടാക്സ് വേണമെങ്കിൽ പിരിച്ചെടുക്കാനുള്ള വഴികളൊക്കെ ഉണ്ട്. ആ ടാക്സിൽ വലിയ ഊർജിതമായിട്ടുള്ള പിരിവ് കഴിഞ്ഞ 10 കൊല്ലങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ തോമസ് ഐസക് വന്നപ്പോൾ അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഒരു ഉയർച്ച ഇതിനകത്ത് ഉണ്ടാക്കിയിരുന്നു. കാരണം അദ്ദേഹം ടാർഗറ്റ് ഇട്ട് കൊടുത്തിരുന്നു, നിങ്ങൾ എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ ഇത്രയും ടാക്സ് എന്ത് ചെയ്തേ പറ്റും. അപ്പൊ അതുകൊണ്ട് ഈ ടാക്സ് പിരിക്കുന്ന ഉദ്യോഗസ്ഥരെല്ലാം നമ്മുടെ ഈ ബിസിനസ് ഗ്രൂപ്പുകളോട് പറയുന്നത് ഇത്രയും ടാക്സ് നിങ്ങൾ തന്നേ പറ്റുള്ളൂ, ബാക്കി എന്തുകൊണ്ടെന്ന് വെച്ചാൽ കാണിച്ചു. അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള കൈക്കൂലി ഞങ്ങൾക്ക് എന്താ മതി എന്നുള്ള നിലക്കാണ് എന്ത് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതെന്താ വെച്ചാൽ അങ്ങനെ വിട്ടുകൊടുത്തു. അതിനുശേഷം KN ബാലഗോപാൽ വന്നപ്പോഴും നികുതിയേതര വരുമാനത്തിൽ നീ പറയുന്ന പോലെ ഈ ടാക്സ് പിരിക്കുന്നതിൽ വലിയ വർധനമുണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതുകൊണ്ടൊക്കെ തന്നെ വെറുതെ ഒരു ഗവൺമെന്റ് അങ്ങാട് മോശമാണ് എന്ന് പറയുകയും ഇതൊക്കെ വളരെ മോശമായിരുന്നു എന്നുള്ള ഒരു അജണ്ട സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി ചെയ്യുന്ന പണിയാണിത്. ഇനി അടുത്തത് കിഫ്ബിയുടെ കാര്യമാണ്. മുഖ്യമന്ത്രി നൈസായിട്ട് പറഞ്ഞേക്കണ കാര്യം എന്താ പറയുക, നേരത്തെ പുള്ളി കിഫ്ബിക്ക് എതിരായിരുന്നു, ഇപ്പൊ പുള്ളി കിഫ്ബിക്ക് അത്ര എതിരല്ലെന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കിഫ്ബി പുള്ളിക്ക് നേരത്തെ ഞാൻ എതിരായി, ഇനി പോട്ടെ, നേരത്തെ ഞാൻ എതിരായിരുന്നു എന്നോ ഞാൻ അതിനകത്ത് ഇപ്പൊ എതിരല്ലെന്നാണല്ലോ. എനിക്ക് നിങ്ങളെ നേരത്തെ ഇഷ്ടമല്ലായിരുന്നു എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ആരെങ്കിലും പറയൂ എനിക്ക് നിങ്ങളെ നേരത്തെ ഇഷ്ടമല്ലായിരുന്നു ഇപ്പോഴും ഇഷ്ടമല്ലെന്ന് പറയും. എനിക്ക് നിങ്ങൾ ഇഷ്ടമല്ലെന്ന് പറയാൻ മതിയല്ലോ. ഞാൻ നേരത്തെ എതിരായിരുന്നു എന്നാണ്. ഇനി കിഫ്ബി എന്ത് ചെയ്യണമെന്ന് പുള്ളി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്, അത് മറ്റേ മോളിൽ, അതായത് ബഡ്ജറ്റിന്റെ ഓഫ് ദ ബഡ്ജറ്റ് ബോറോയിങ് ആയിട്ടുള്ള ഒരു സ്ഥാപനമായിരുന്നു. അങ്ങനെയാണ് അതിനെ വിഭാവനം ചെയ്തത്. ആ വിഭാവനം ചെയ്തിട്ടുള്ളതിന് ശേഷം അത് ഇപ്പൊ അങ്ങനെ വിഭാവനമൊക്കെ ചെയ്തു, അതൊക്കെ ഗംഭീരമായിട്ട് നടന്നു. പക്ഷെ കേന്ദ്ര ഗവൺമെന്റ് അതൊന്നും പറ്റൂല, ഇത് ബഡ്ജറ്റിൽ തന്നെ ഉൾപ്പെടുത്തണം എന്നുള്ളത് പറഞ്ഞു. ബഡ്ജറ്റിന്റെ ഭാഗമാക്കി തന്നെ ഞങ്ങൾ പരിഗണിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അതായത് കിഫ്ബിക്ക് കടമുണ്ടെങ്കിൽ അത് കേരളത്തിന്റെ കടമായിട്ട് തന്നെ കൂട്ടേണ്ടി വരുമെന്ന് പറഞ്ഞു. അതോടുകൂടി ആ പദ്ധതി എന്ത് ചെയ്തു, പൊളിഞ്ഞു. അപ്പൊ പൊളിഞ്ഞു എന്ന് പറഞ്ഞാൽ ആ പദ്ധതി കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായി. കാരണം കിഫ്ബിയിൽ ബോറോയിങ് നടത്തി നിരവധി 1,10,10,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തി എന്നുള്ളതൊക്കെ യാഥാർത്ഥ്യമാണ്. അപ്പൊ ആ പദ്ധതിയേക്കാൾ ഭാവനാപൂർണമായിട്ടുള്ള മറ്റേത് പദ്ധതിയാണ് കൊണ്ടുവന്നത്. ഞാൻ ആ പദ്ധതിക്ക് ആദ്യം ഞാൻ നഖശികാന്ത് എതിർത്തുകൊണ്ടിരുന്ന ഒരാളാണ്. അത് അത്തരത്തിലുള്ള ഒരു കാര്യം വേണം. പക്ഷെ ഞാൻ തുറന്ന് പ്രജയോട് പറഞ്ഞു, ഞാനൊരു തവണ AKG പഠന ഗവേഷണ കേന്ദ്രത്തിൽ വെച്ചിട്ട് ഞാൻ നമ്മുടെ തോമസ് ഐസക്കുമായിട്ട് ഇത് സംബന്ധിച്ച് ഏതാണ്ട് ഒരു 20 മിനിറ്റ് അരമണിക്കൂർ സംസാരിച്ചു. അപ്പൊ തോമസ് ഐസക്ക് എൻ്റെ അടുത്ത് പറയുന്ന ഒരു കാര്യം, നമുക്ക് വികസനം വേണം. നമുക്ക് വികസനം വേണമെങ്കിൽ നമ്മൾ പരമ്പരാഗത മാർഗങ്ങളിലൂടെ മാത്രം ഈ പണി ചെയ്തുകൊണ്ടിരിക്കാനാണെങ്കിൽ എൻ്റെ ആവശ്യമില്ല, അത് ഉദ്യോഗസ്ഥന്മാർ ചെയ്തോളൂ. ഞാൻ അക്കൗണ്ടന്റ് അല്ല രതീഷ്, ഞാനൊരു ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായിട്ടാണ് അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ എന്നുള്ളവർക്ക് ഞാൻ ഇവിടെ ഡെവലപ്പ് ചെയ്യാൻ വേറെ എങ്ങനെ പണം കണ്ടെത്താം എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പരിശോധിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പൊ അതിന്റെ പറ്റില്ല എനിക്കൊരു ലോജിക്ക് തോന്നി, ശരിയാണത്. പിന്നെ അതിനനുസരിച്ചുള്ള വികസന പ്രവർത്തനങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ ഓക്കെ, ഭരണത്തിന് പുറത്ത് നിൽക്കുന്ന ആളാകണോ അതോ വി.ഡി. സതീശൻ പറഞ്ഞ പോലെ ഓരോ ഡിപ്പാർട്ട്മെന്റുകൾക്ക് അകത്ത് നിൽക്കുന്ന കാര്യമായിട്ട് അതിനെ മാറ്റണോ എന്നൊക്കെ ഉള്ളത് ഒരു ഭരണപരമായ അവരുടെ തീരുമാനമാണ്. അതിലൊന്നും ഞാൻ ഇടപെടുത്തില്ല. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ അദ്ദേഹം ഈ കാണിച്ചിരിക്കുന്നത് നേരത്തെ പറഞ്ഞ റീലിടുന്നത് പോലെയുള്ള ഒരു ചെറിയ പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ അതിനും അപ്പുറത്തേക്ക് ഇത് മറ്റേ ഭയങ്കരമായിട്ടുള്ള എന്തെങ്കിലും കാര്യമായിട്ടൊന്നും തോന്നുന്നില്ല. അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ എടുത്ത് നോക്കൂ. തെലങ്കാനയിൽ എത്രയാണ് കടം? കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിൽ എത്രയാണ് കടം? 10 ലക്ഷം രൂപ കടമുണ്ടെന്ന് പറയുന്നു. ഇപ്പൊ തമിഴ്നാട്ടിൽ 10 ലക്ഷം രൂപ കടമുണ്ട്. വിജയ അധികാരത്തിലേറിയപ്പോ 10 ലക്ഷം കോടി കടമാണ്. അപ്പൊ അത്രയും കടമുണ്ട്. 10 ലക്ഷം അല്ല, 10 ലക്ഷം കോടി കടമുണ്ട്. ഇവിടെ 5 ലക്ഷം കോടി കടമുണ്ട്. കടത്തിനൊന്നും കാര്യമില്ല. അത് ഈ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഇരിക്കുന്നതിന് മുമ്പ് ഉണ്ടായതിനേക്കാൾ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഒന്ന് ഇരട്ടിയായിരുന്നു. ആ 5 കൊല്ലം കഴിഞ്ഞപ്പോൾ 10 കൊല്ലം കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ അത്ര ഇരട്ടി ആയിട്ടില്ല. അതാണ് പറഞ്ഞാൽ 1 ലക്ഷം കോടി കുറവുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഇത് ഇത്രേ ഉള്ളൂ ഈ യാഥാർത്ഥ്യം. പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പൊക്കമറ സൃഷ്ടിക്കലാണ്. ഇതിന്റെ വലിയൊരു ഗുണവും കൂടിയുണ്ട്. ഇപ്പൊ ആരെങ്കിലും ഇരുന്ന് 195 പേജ് ഈ കേരളത്തിലെ ഏതെങ്കിലും മാധ്യമ പ്രവർത്തനം വായിച്ചു?
മാധ്യമപ്രവർത്തനം ചെയ്യാൻ പോണ ആരാണ്? ഏതെങ്കിലും എക്സ്പെർട്ടുകൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് വിളിച്ചൊരു അഭിപ്രായം ചോദിച്ച് 15 മിനിറ്റ് കൊണ്ട് ഒരു കാര്യം എഴുതിയെടുത്ത് അവിടെ എന്തെങ്കിലും ഡയലോഗ് അടിക്കുക. അല്ലാതെ ഈ രാവിലെ 9 മണി മുതൽ ഫ്ലോറിൽ നിന്ന് രാത്രി 10 മണിയാകുമ്പോൾ വീട്ടിലെത്തിയിട്ട് പിന്നെ ഇത് വായിക്കാന്നൊന്നും വിചാരിക്കില്ല. പിന്നെ എന്നെ പോലെ ചില ആളുകൾ ഇതിന്റെയൊക്കെ പുറകെ നടക്കുന്ന ആളുകൾ ഇത് വായിച്ച് കുറച്ച് പേരൊക്കെ നോക്കും. അതൊരു ഉള്ളു. പിന്നെ അതൊന്നും പേടിക്കാനില്ല. കാരണം ഇതൊന്നും വിശദമായി പറഞ്ഞാൽ ജനം കേൾക്കുകയില്ല. കണക്കുകളൊക്കെ ആകുമ്പോഴത്തേക്കും അവർക്കാകെ ബോറുകയായിരിക്കും. മനസ്സിലായി? നമ്മൾ വല്ല കഥയൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്താൽ മതി, പോയാൽ മതി. അതുകൊണ്ട് ഇതൊരു യുദ്ധമാണ്. ആ യുദ്ധത്തിൽ ഒരു നരേറ്റീവ് ബിൽഡിങ്ങിന്റെ ഒരു പ്രോസസ് മാത്രമായിട്ടാണ്. അതായത് പിണറായി വിജയൻ സർക്കാർ, പിണറായി വിജയന്റെ കാലത്ത് ഇതെല്ലാം വളരെ മോശമായിരുന്നു എന്ന് നമ്മുടെ മാധ്യമങ്ങളും ഇപ്പൊ ഇതൊക്കെ കൂടി വരുന്ന ബിൽഡിംഗ് എന്ന നരേറ്റീവ് ഉണ്ട്. ആ നരേറ്റീവിന്റെ ഭാഗമായി ഉണ്ടാക്കിയിട്ടുള്ള ഒരു പരിപാടി കൂടിയായിട്ടാണ് ഞാനിപ്പോ ഇതിനെ പ്രാഥമികമായി കാണുന്നത്. അല്ലാതെ അതിനപ്പുറത്തേക്ക് ഇത് കേരളം വലിയ കടക്കണി, കാരണം അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് മനോരമ പത്രം എടുത്ത് നോക്കി നമ്മൾ ഞെട്ടിപ്പോകും. കേരളം വലിയ കടക്കണിയിലാണ്, ആകെ പ്രശ്നത്തിലാണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. കൂടാതെ ഇതിൽ നിന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു കാര്യം കൂടി അവർ എഴുതി വെച്ചിട്ടില്ലെന്ന് മാത്രമല്ല, അത് പറയാതെ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്നൊക്കെ രക്ഷിക്കാനായിട്ട് നമുക്കൊരു അവതാരം വന്നിരിക്കുന്നു. അതാണ് മേരി സതീശൻ. അതിനി കുറച്ച് നാളുകൾ കൂടി കൂടിക്കൊണ്ടിരിക്കും. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ അഭിമാനം തോന്നുന്നത് ഈ യൂട്യൂബേഴ്സ് ഒക്കെ ആയിട്ടുള്ള ആളുകളെയാണ്. കാരണം ഇതിന്റെ ഒരു ഏക്കും പൂക്കും അറിയാതെ വായി തോന്നി എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞ് 150 വീഡിയോസ് അവരെന്ത് ചെയ്യുക. എനിക്ക് അവരോടൊക്കെയുള്ള റിക്വസ്റ്റ്, നിങ്ങൾ എക്സ്പേർട്ട് ആയിട്ടുള്ള ആരെങ്കിലും വിളിച്ച് ഒരു ദിവസം ഇരുത്തി അവരുടെ ഒരു ഇന്റർവ്യൂ എടുക്കുന്ന പോലെ ഈ കാര്യം എന്ത് ചെയ്യും. ഇപ്പൊ ആരെങ്കിലും പ്രജിത പോലും ഇപ്പൊ ഇത്രയും ശ്രദ്ധിക്കുന്ന ഒരാളല്ല. പ്രജിതയോട് ആരെങ്കിലും പറഞ്ഞില്ല വിജയ് അധികാരത്തിൽ 10 ലക്ഷം കോടിയല്ലേ അവിടെ കിടണം. ഞാൻ കർണാടകത്തിൽ നിന്ന് തെറ്റിപ്പോയി വിജയ്. അപ്പൊ ആരും ഞെട്ടിയില്ലല്ലോ അവിടെ. തമിഴന്മാരൊക്കെ ഞെട്ടിയ. അപ്പൊ ഇതൊക്കെ ഇത്ര ഉള്ള കാര്യം. ഇനി ഇതിന്റെ പുറത്ത് ഒരു വേറെ അജണ്ട കൂടിയുണ്ട്. ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ. ആകെ പരിതാപത്തിലാണ്. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞ എല്ലാ കാര്യവും പെട്ടെന്നൊന്നും ചോദിച്ചേക്കരുത് പ്ലീസ് എന്നാണ്. അതിന്റെ ഏറ്റവും ആദ്യത്തെ സിംറ്റവും കൂടി ഞാൻ കണ്ടു. എപ്പോഴാണെന്നറിയാമോ? BD സതീശൻ പറയാതെ ഒരിക്കലും എക്കാൻഡി എന്ന് പറയില്ല. BD സതീശൻ പറഞ്ഞാൽ എക്കാൻഡി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. ആദ്യത്തെ മന്ത്രിസഭയിൽ നിങ്ങൾ അങ്ങനെ വലിയ പ്രഖ്യാപനങ്ങളൊന്നും പ്രതീക്ഷിക്കരുത് എന്ന് പറഞ്ഞിട്ട്, അപ്പൊ ഒട്ടും പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ KSRTC ഫ്രീ ആയിട്ട് അങ്ങോട്ട് കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചു. പക്ഷെ ബാക്കിയുള്ളത് എന്ത് ചെയ്യുമെന്ന് നമ്മൾ കാത്തിരുന്ന്. പിന്നെ എന്റെ അടുത്തൊരു വലിയ സംശയം കൂടിയുണ്ട്, അതുകൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അതെന്താ വെച്ചാൽ, ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യ മേഖലക്ക് കൊടുക്കാനുള്ള പരിപാടികൾ ഒരു 2-3 കൊല്ലം കഴിഞ്ഞ് വന്നാലും നമ്മൾ അത്ഭുതപ്പെടണ്ട. അപ്പൊ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഗുണമുണ്ട്. കാരണം വലിയ ഡീലുകൾ നടക്കും. എയർ ഇന്ത്യ ടാറ്റ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ടാറ്റ ഒരു സന്തോഷത്തിന് കുറച്ച് കാശെങ്കിലും മന്ത്രിക്ക് എന്ത് ചെയ്യും. സന്തോഷത്തിന് കൊടുക്കാൻ പോണത് ശതകോടികളായിരിക്കും, ചെറിയ ഡീലുകൾ. പിന്നെ കേരളത്തിൽ അത് പെട്ടെന്ന് നടക്കൂലെന്ന് സതീശന് അറിയാം. നടക്കണമെന്നുണ്ടെങ്കിൽ CPM എന്ന് പറഞ്ഞ പാർട്ടിയെ ഇല്ലാതാക്കണം. കാരണം അല്ലെങ്കിൽ കേരളത്തിന്റെ തെരുവോരങ്ങളിൽ കത്തുന്ന സമരമായിരിക്കും നടക്കുക. അതുകൊണ്ട് അതും കൂടി പതുക്കെ ഇപ്പൊ മമതാ ബാനർജീനെ അവിടെ ഇല്ലാതാക്കിയതുപോലെ ഇവിടെയും പതുക്കെ അങ്ങാടി ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമം കൂടി ഇതിന്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. സൂക്ഷിച്ചിരുന്നാൽ പ്രതിപക്ഷത്തിന് കൊള്ളാം. അല്ലെങ്കിൽ BJP അധികാരത്തിലേക്ക് വരും. BJPയുടെ ഒക്കെ പോളിസി ഇത് തന്നെ ആയിരിക്കുള്ളൂ. ഇതൊക്കെ വിറ്റ് വെറുതെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യും. കാരണം ഇത് മേടിക്കാൻ വരുന്നവരുടെ പിന്നിൽ BJP കൂടി താല്പര്യമുള്ള ആളുകൾ കൂടിയായിരിക്കും.